നൗഫൽക്കൊക്കെ എന്താ നോക്കുന്നേ? ഇന്ന് ഡ്രൈപ്പ് ചെയ്യാൻ ഒരു സാരി വേണമല്ലോ. നമുക്ക് ഒരുപാട് സാരി വന്നിട്ടുണ്ടല്ലോ, ഇതായാലോ? ഓക്കെ, കൊള്ളാലോ ഈ സാരി. അപ്പോൾ ഇതൊന്നും നമുക്കിന്ന് ഡ്രൈപ്പ് ചെയ്ത് നോക്കിയാലോ. ഒരുപാട് പേര് എൻ്റെ സാരി ഡ്രൈപ്പിംഗ് വീഡിയോസ് കണ്ടിട്ട് ചോദിക്കുന്നതാണ്, നിങ്ങൾക്ക് ഒരു ഡീറ്റെയിൽഡ് ആയിട്ടൊരു വീഡിയോ ചെയ്തുകൂടെ, സാരി ഡ്രൈപ്പിംഗ് എങ്ങനെയാണ് ഈസി ആയിട്ട് ചെയ്യുന്നതെന്നുള്ളൊരു വീഡിയോ ചെയ്തുകൂടെ എന്ന് ചോദിച്ചാൽ ഒരുപാട് പേര് എൻ്റെ സാരി ഡ്രൈപ്പിങ്ങിൻ്റെ വീഡിയോൻ്റെ താഴത്ത് വന്നിട്ട് കമൻറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം ആ ഒരു കമൻസിന് നിങ്ങൾക്ക് വേണ്ടി ഞാനിതാ ഒരു സാരി ഡ്രൈപ്പിംഗ് വീഡിയോസ് ഒരു സിമ്പിളായിട്ട് നമുക്ക് ഇപ്പോൾ ഒരു ബ്രൈഡ്സിന് അല്ലാതെ നമ്മളൊരു ബ്രൈഡ്സിൻ്റെ കൂടെ നമുക്കൊരു സാരിയൊക്കെ ഉടുത്തിട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഏറ്റവും പെട്ടെന്നൊരു 10 to 15 മിനിറ്റ്സിനുള്ളിൽ നമുക്ക് സാരി എങ്ങനെ ഡ്രൈപ്പ് ചെയ്യാന്നുള്ളൊരു ക്ലാസ്സാണെന്ന്. അപ്പോൾ ഫസ്റ്റ് നമുക്കിങ്ങനെ ഒരു സാരി ഒരു ടേബിളിൻ്റെ മുകളിൽ ഇതുപോലെ വിരിച്ചിട്ടിട്ട് ഫസ്റ്റ് നമ്മൾ ഇവിടുന്ന് നമ്മളൊരു 3 ഇഞ്ച് അല്ലെങ്കിൽ ഒരു 3.5 ഇഞ്ച് വീതിയിലാണ് ഫസ്റ്റ് പ്ലേറ്റ് നമ്മൾ പിടിക്കുന്നത്. അതിനുശേഷം ഓരോ പ്ലേറ്റും ഇങ്ങനെ എടുത്ത് പോകണം. അതിനുശേഷം പിൻ ചെയ്തിട്ടാണ് സാരി ഓൾറെഡി ഡ്രൈപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഞാനത് ഒന്ന് കാണിച്ചു തരാം. ഫസ്റ്റ് ഞാൻ ഈ ഒരു 3 ഇഞ്ചിൽ ഞാൻ പ്ലേറ്റ് എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഓരോ പ്ലേറ്റും ഞാൻ 1 by 1 ആയിട്ട് ഇതുപോലെയാണ് എടുക്കുന്നത്. ഇത്രേ പണിയുള്ളൂ. 2 സൈഡിലും ഇതുപോലെ പിൻ ചെയ്ത് വെക്കാം. അതിനുശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സാരി ഡ്രൈപ്പ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ സാരി നമ്മൾ ഉടുക്കാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇവിടെ നിന്നാണ്. ഫസ്റ്റ് നമ്മൾ ഇതുപോലൊരു സാരി എടുത്തിട്ട് ഫസ്റ്റ് ടക്ക് ചെയ്ത് കൊടുക്കണം. ഞാനിപ്പം മാനിക്യൂൻ ആയതുകൊണ്ട് ഇങ്ങനെയാണ് ടക്ക് ചെയ്യുന്നത്. ജസ്റ്റ് ഒരു പിൻ ചെയ്തിട്ട് നമ്മളൊന്ന് സെക്യൂർ ചെയ്യണം. അതിനുശേഷം ഫുള്ളായിട്ട് ഇതേപോലെ റൗണ്ടായിട്ട് എടുത്തിട്ട് വരിക. എന്നിട്ടൊന്നുകൂടെ ഈ ഒരു സൈഡിലൊരു പിൻ ചെയ്തിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ നമുക്കൊന്ന് ചുറ്റിയെടുക്കണം. ചുറ്റിയെടുത്തതിന് ശേഷം എന്ത് ചെയ്യുക, നമ്മൾ ഈ പ്ലേറ്റ് എടുത്ത് വെച്ചിരിക്കുന്നില്ലേ, ഈ 2 ഭാഗത്തും ഓരോ പിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഷോൾഡർ പിന്നിൻ്റെ ഭാഗം എന്ത് ചെയ്യുക, നമ്മൾ ഷോൾഡറിൽ ഇങ്ങനെ ഹോൾഡ് ചെയ്ത് വെക്കുക. അതിനുശേഷം നമ്മൾ എന്ത് ഷോൾഡർ ഇത് ഹോൾഡ് ചെയ്തു. അതിനുശേഷം ഇതുപോലെ ചുറ്റിയെടുത്തു. ഈ ഒരു ഭാഗം നല്ല രീതിയിൽ എന്ത് ചെയ്യണം, നല്ലോണം ടൈറ്റ് ചെയ്ത് വലിച്ചിട്ട് വേണം ഈ ഒരു ഭാഗത്ത് പിൻ ചെയ്ത് വെക്കാൻ വേണ്ടി. സ്കേർട്ടാണെങ്കിൽ സ്കേർട്ട് നല്ലോണം വലിക്കണം കേട്ടോ, എങ്കിലേ ഇവിടെ ഈ ഒരു ഭാഗത്ത് നല്ലോണം ഷേപ്പായിട്ട് നമുക്ക് കിട്ടുള്ളൂ. നല്ലോണം ഇത് വലിച്ചിട്ട് ഈ ഒരു ഭാഗത്ത് എന്ത് ചെയ്യാം, ഒരു പിൻ ഇതുപോലെ ടക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയും ഭാഗം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പം നമുക്ക് ഇതുപോലെ പിൻ ചെയ്ത് വെച്ചതിന് ശേഷം നമുക്ക് ബോഡി പ്ലേറ്റ് എടുക്കണം. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ചാൺ വിട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ഈ ഭാഗം ഇങ്ങനെ പിടിക്കാം. ഇവിടെ നിന്നാണ് പിന്നെ എന്ത് ചെയ്യാം, നമ്മൾ പ്ലേറ്റ് എടുക്കാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് ഒരു 3 ഇഞ്ച് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി, പ്ലേറ്റ് എടുക്കാൻ സ്റ്റാർട്ട് ചെയ്താൽ മതി. ഇതുപോലെ 1 by 1 ആയിട്ട് ഓരോ പ്ലേറ്റും ഇങ്ങനെ എടുത്ത് വരിക. അപ്പം ഓൾറെഡി നമ്മളിത് പ്ലേറ്റ് എടുത്ത് കഴിഞ്ഞു. അപ്പം പ്ലേറ്റ് എടുത്ത് കഴിഞ്ഞിട്ട് നമ്മളിവിടെ എല്ലാം അറേഞ്ച് ചെയ്തിട്ട് പിന്നെ ചെയ്യുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം, ഇതുപോലെ ഫ്ലോർ ടച്ചായിട്ട് സാരി കിടക്കുന്ന രീതിയിൽ വേണം നമ്മൾ എന്ത് ചെയ്യാം, സാരി വെക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ഓൾറെഡി സാരി വേറുന്നതിന് മുമ്പേ ഹീലിലൊരു ചെരുപ്പ് ചവിട്ടണം. നമ്മൾ എന്താണോ ഹീലതാണെങ്കിൽ ഹീലത്, അല്ലെങ്കിൽ നോർമൽ ചെപ്പലാണെന്നുണ്ടെങ്കിൽ അത് ചവിട്ടിയിട്ട് വേണം നമ്മുടെ സാരിയുടെ ലെങ്ത് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുപോലെ ഫ്ലോർ ടച്ച് ചെയ്യുന്ന രീതിയിൽ വേണം നമ്മൾ സാരി ഉള്ളിലേക്ക് ഇൻസൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതുപോലെ ഓൾറെഡി ഞാൻ എന്ത് ചെയ്ത് പ്ലേറ്റ് ചെയ്ത് ഇങ്ങനെ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഈ ഒരു സൈഡ് പ്ലേറ്റ് എടുക്കണം. അപ്പോൾ ഇതുപോലെ പ്ലേറ്റ് എടുത്ത് കഴിഞ്ഞിട്ട് ഇപ്പം നമ്മളിപ്പം ആരാണോ ഉടുപ്പിക്കുന്ന ആളെന്ന് വെച്ചാൽ അവരെ കൊണ്ട് ജസ്റ്റ് ഒന്ന് കൈ കൊണ്ടൊന്ന് ഹോൾഡ് ചെയ്യിപ്പിക്കുക, അങ്ങനെ പിടിച്ച് നിൽപ്പിക്കാൻ പറയാം. അതിനുശേഷം നമ്മൾ എൻ്റെ ഇവിടുത്തെ പ്ലേറ്റ് സ്റ്റാർട്ട് ചെയ്യാം. ഓൾറെഡി നമ്മൾ ഈ ഒരു ഭാഗം വലിച്ച് കുത്തിയതിന് ശേഷം 1 മുഴം നമ്മൾ വിട്ടിട്ടുണ്ടായിരുന്നു. ആ 1 മുഴം വിട്ടെടുത്തുനിന്നാണ് നമ്മൾ ഇതുപോലെ സൈഡ് പ്ലേറ്റ് എടുക്കുന്നത്. ഇതുപോലെ ഓരോ പ്ലേറ്റും ഇതുപോലെ കൈവച്ച് നല്ല നീറ്റായിട്ട് ഇതുപോലെ ഒരു 4 or 5 പ്ലേറ്റ് എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ഇതുപോലെ ഇവിടെ പിൻ ചെയ്ത് സെക്യൂർ ചെയ്യണം. അപ്പം നമ്മൾ ഓൾറെഡി ഇതൊക്കെ പിൻ ചെയ്ത് വെച്ചു. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഈ പ്ലേറ്റ്സ് എന്ത് ചെയ്യണം, ഉള്ളിലേക്ക് ഇൻസേർട്ട് ചെയ്യണം. അപ്പം ഓൾറെഡി നമ്മൾ ആദ്യം ഇവിടെ ഒരു പിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് എത്രയാണോ ലെങ്ത്ത് വേണ്ടത് ആ ഒരു ലെങ്ത്ത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ഇത് കൈവച്ചിട്ടുള്ളിലേക്ക് നല്ല രീതിയിൽ ഇതുപോലെ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കണം. എല്ലാവരും എൻ്റെ അടുത്ത് പറയുന്നൊരു കാര്യമാണ്, ഈ ഷോൾഡർ പ്ലേറ്റ് ചേട്ടൻ സെറ്റ് ചെയ്യുന്ന പോലെ നമുക്ക് ഒരിക്കലും സെറ്റ് ചെയ്യാൻ കിട്ടാറില്ല. ചേട്ടൻ എന്ത് ഭംഗിയായിട്ടാണ് ഇങ്ങനെ സെറ്റ് ചെയ്യുന്നതൊക്കെ ചോദിക്കാറുണ്ട്. ഒരു പ്രശ്നവുമില്ല, ഒരു 5 മിനിറ്റ്സേ വേണ്ടുള്ളൂ ഇതുപോലെ നീറ്റായിട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഫസ്റ്റ് നല്ലോണം ഈ പിൻ ചെയ്ത ഭാഗത്ത് നല്ലോണം ഇങ്ങനെ ടൈറ്റ് ചെയ്ത് പിടിക്കുക. അതിനുശേഷം ഓരോ പ്ലേറ്റ്സും ഇതേപോലെ അറേഞ്ച് ചെയ്യാം. സാരി ഡ്രൈപ്പിംഗ് ഇവിടെ ഫിനിഷ് ആയിട്ടോ. ലാസ്റ്റ് നമ്മൾ ഈ ഷോൾഡറിൽ പിൻ ചെയ്യുന്നതോട് കൂടെ നമ്മുടെ സാരി ഡ്രൈപ്പിംഗ് എന്ത് ചെയ്തു, ഫിനിഷ് ആയി. അതിനുശേഷം എന്ത് ചെയ്യും, ഇതേപോലെ നമ്മുടെ ഈ ഒരു പല്ലു ഭാഗം നല്ല നീറ്റായിട്ട് ഇതേപോലെ പ്ലേറ്റ് ചെയ്തിട്ട് പിൻ ചെയ്ത് കൊടുക്കുക. അതോടെ എന്ത് ചെയ്ത് നമ്മുടെ സാരി ഡ്രൈപ്പിംഗ് കഴിഞ്ഞു. അപ്പം വീണ്ടും നല്ലൊരു വീഡിയോസുമായിട്ട് നിങ്ങളുടെ മുമ്പിൽ വരാം. അതുവരേക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടെ ബൈ.